ഞാൻ ഒരു 2 ആഴ്ച മുന്നേ എൻ്റെ വിസ്ഡം ടൂത്ത് പറിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നോർമലി പല്ല് പറിക്കുന്നതിൽ ഇപ്പോൾ ഇത്ര എക്സ്പീരിയൻസ് ഒന്നും വലിയ കാര്യത്തിൽ ഇപ്പോൾ പറയാനുണ്ടാവില്ല. പക്ഷേ ഇതെങ്ങനെയാണ് എടുത്തതെന്ന് വെച്ചാൽ സർജറി ചെയ്തിട്ടാണ് എടുത്തത്. നമ്മളുടെ എൻ്റെ വിസ്ഡം ടൂത്ത് ഈ സൈഡ് കേട്ടോ, റൈറ്റ് സൈഡ് താഴത്തെ പല്ല് വളരെ ചെറിയ രീതിയിലേ വന്നിട്ടുള്ളൂ. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ചെറിയ രീതിയിലായിരുന്നു. നമുക്കത് അറിയാൻ പറ്റും. ആ ഒരു ഭാഗം കുറച്ചുകൂടി വീങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ രീതിയിൽ അത് വളരുന്നത് പുറത്ത് വരുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഞാൻ കാര്യമാക്കി എടുത്തില്ല. പിന്നെ ഞാൻ പല്ല് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞു അതൊന്ന് സ്കാൻ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. ചിലവർക്കത് പിന്നീട് നല്ല ബുദ്ധിമുട്ടുണ്ടാവും, അതിങ്ങനെ ചരിഞ്ഞൊക്കെ വരികയാണെങ്കിൽ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞ് ഞാൻ സ്കാൻ ചെയ്തപ്പോഴാണ് അറിയുന്നത് ഈ പല്ലിൻ്റെ പൊസിഷൻ വലിയ കുഴപ്പമില്ല കേട്ടോ. നോർമലി മുകളിലോട്ട് തന്നെയാണ് വരുന്നത്. ചിലവരുടെ ചരിഞ്ഞ് വന്ന് അതിൻ്റെ അടുത്തുള്ള പല്ലിനെ കുത്തിയിട്ട് ആ പല്ലിനെ ഡാമേജ് ചെയ്യാറുണ്ട്. എൻ്റെ അങ്ങനെ പ്രശ്നമില്ല. പക്ഷെ ഈ പല്ലിൻ്റെ വേരെന്ന് പറയുന്നത് എൻ്റെ ഇപ്പുറത്തുള്ള നരമ്പിലൂടെയാണ് വരുന്നത്. നരമ്പിൽ തട്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് പറിച്ചെടുക്കുന്നതാണ് നല്ലത്, നിങ്ങൾക്ക് പെയിൻ വരും ഭാവിയിൽ. അപ്പോൾ അതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് എപ്പോഴാണോ പെയിൻ വരുന്നത് എന്നാൽ അപ്പം എടുക്കൂ, അല്ലെങ്കിൽ ഇപ്പം തന്നെ എടുക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അതത്ര സീരിയസ് ആക്കി എടുത്തില്ല. പിന്നെ അത് മാത്രമല്ല, സ്കാൻ ചെയ്തപ്പോഴാണ് അറിയുന്നത് എനിക്ക് ഒരു പാൽപ്പല്ല് കൂടിയുണ്ട്. ഇവിടുത്തെ ഒരു പാൽപ്പല്ല് ഞാൻ പറിച്ചിട്ടേ ഇല്ല. അതിൻ്റെ അകത്ത് അവിടെ വരേണ്ട പല്ല് അകത്ത് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതും എല്ലിൽ കുടുങ്ങി കിടക്കുകയാണെന്ന്. സംഭവം നോർമലി വേറൊരു പല്ല് വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുമല്ലോ, പുറത്തൂടെ മേലെയൊക്കെ അല്ലേ വരിക, അല്ലെങ്കിൽ അകത്ത് വരും, നമുക്ക് അറിയാൻ പറ്റും, കാണുന്ന രീതിയിലാണ്. ഇത് കാണുന്നില്ല, ഇത് അകത്ത് തന്നെ കിടക്കുക. ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. ഈ ഒരു വിസ്ഡം ടൂത്തിൻ്റെ കേസിൽ സ്കാൻ ചെയ്തപ്പോൾ അതറിയണ്ടായി. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഈ ഒരു ചെറിയ രീതിയിൽ പല്ലുവേദന വന്നു കേട്ടോ. ഇതിന് ശേഷം ഒരു മാസം കഴിഞ്ഞിട്ട് പല്ലുവേദന വന്നു. ഇവിടെ ഈ ഒരു ഭാഗം അവിടെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ വിസ്ഡം ടൂത്ത് നിൽക്കുന്ന സ്ഥലത്ത് വളരെ ചെറുതാണ് എങ്കിലും അതിൻ്റെ ആ ഭാഗത്തുള്ള ഊനെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തടിച്ച് വന്നു, ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ റെഡ് കളറായിരുന്നു. അപ്പോൾ റെഡ് കളറായപ്പോൾ എനിക്ക് തോന്നി ഡോക്ടർ പറഞ്ഞതുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കും, എന്തായാലും നല്ല പെയിൻ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഞാൻ പല്ല് പറിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി. ഓണത്തിന് മുന്നേ ഞാൻ പോയി ഡേറ്റൊക്കെ എടുത്തിട്ട് ബുക്ക് ചെയ്തിട്ട് വന്നു. പല്ല് പറിക്കേണ്ട സ്റ്റേജ് എത്തി. പറിക്കേണ്ട അന്ന് നമുക്ക് 2 ഇഞ്ചക്ഷനല്ല, ഒരു ഇഞ്ചക്ഷൻ 2 ഭാഗത്തായിട്ടാണ് വെക്കുക. ഒന്ന് ഈ ചീക്കിൽ ഇവിടെ അകത്തും, പിന്നെ ആ ഒരു പൊസിഷൻ ആ പല്ല് നിൽക്കുന്നതിൻ്റെ കുറച്ച് താഴെയായിട്ടും. അങ്ങനെ ഇഞ്ചക്ഷൻ ഇടുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തൊരു 10 മിനിറ്റ് ഡോക്ടർ നമ്മളോട് ഇഞ്ചക്ഷൻ വെച്ചിട്ട് മാറി നിൽക്കും. കുറച്ച് നാൾ റെസ്റ്റ് എടുക്കും. കാരണം ആ സമയത്ത് അപ്പോഴത്തേക്കായിരിക്കും നമുക്ക് ആ പെയിൻ അറിയാത്ത രീതിയിൽ ആ ഭാഗത്ത് സെൻസേഷൻ ഒന്നും നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിലാവുക. അപ്പോൾ അത് കഴിഞ്ഞ് ആ ഭാഗമൊക്കെ എനിക്ക് എന്തോ പൊന്തി നിൽക്കുന്ന പോലെയൊക്കെ തോന്നും. പക്ഷെ അത് നമുക്ക് നോർമലി അങ്ങനെ തോന്നുകയാണ്. ഒന്നും മനസ്സിലാവാത്തതുകൊണ്ടാണ്, തരിച്ച് കിടക്കുകയാണല്ലോ. പിന്നെ ഡോക്ടർ വന്നു, നമ്മൾ കണ്ണടച്ച് കിടക്കും. കുറച്ച് കഴിഞ്ഞതും ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞതും എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി. നമുക്കില്ലേ ഇത് പെയിൻ അറിയില്ല, പക്ഷെ നമ്മൾ ഒരു സ്പൂൺ ഇട്ടിട്ട് നിങ്ങളുടെ വായ ഒരു 3/4 മണിക്കൂർ വലിച്ചു പിടിച്ചാൽ എങ്ങനെയുണ്ടാവും. എൻ്റെ ഈ ഭാഗത്തൊക്കെ പൊട്ടി. ഈ ചുണ്ടില്ലേ, ഇവിടാണ് ചെയ്യുന്നതെങ്കിലും എൻ്റെ ഈ ചുണ്ടൊക്കെ പൊട്ടിപ്പോയി. ഈ താഴെ ഇതിൻ്റെ ഉള്ളിൽ പിന്നെ അതുപോലെ വലിച്ചു പിടിച്ചിട്ട്, പിന്നെ അതുപോലെ തന്നെ സർജറി ചെയ്തിട്ടാണ് എൻ്റെ ഈ പല്ലെടുക്കുന്നത്. അകത്തുള്ള കുടുങ്ങിക്കിടക്കുന്ന എല്ലിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഈ പല്ല്. അപ്പോൾ ഇത് എല്ല് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പല്ലിനെ എന്താ പറയുക, നമ്മൾ ഇത്ര നീളമുള്ള പല്ലിനെ ഓരോ പീസായി പൊട്ടിച്ച് പറിച്ചെടുക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു തെങ്ങൊക്കെ നമ്മൾ JCB കൊണ്ട് പറിച്ച് കളയില്ലേ, ആ ഫീലായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് ശരിക്കും മനസ്സിലാവും. കാരണം നമ്മൾ പെയിൻ അറിയുന്നില്ല എന്നേ ഉള്ളൂ, കീറുന്നതും മുറിക്കുന്നതും ബ്ലഡ് വരുന്നതിൻ്റെയും. പക്ഷെ ആ വലിച്ചെടുക്കുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും. നമ്മൾ ശരിക്കും നമ്മളെന്താ മനുഷ്യനല്ലേ, എന്താ ഇങ്ങനെ നമ്മളെ ചെയ്യുന്നതെന്ന് വരെ തോന്നിപ്പോവും. അത്ര പേടിച്ചു ഞാൻ, നല്ല രീതിക്ക് ഞാൻ പേടിച്ചു. ഇതും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു 3/4 മണിക്കൂർ നീണ്ടിട്ടാണ് ഇത് ചെയ്തെടുത്തത്. അങ്ങനെ അതെടുത്തു. സ്റ്റിച്ച് ഉണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം അധികം സ്റ്റിച്ച് ഇട്ടിരുന്നു. അത് കഴിഞ്ഞ് വീട് എത്തണതിനൊരു 10 മിനിറ്റ് മുന്നേ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് തന്നെ മെഡിക്കൽ ഷോപ്പിൽ പോയതാണ്.
തിരിച്ച് വണ്ടിയിൽ കയറുന്നതിന് മുന്നേ ഞാൻ തല കറങ്ങി. എനിക്ക് അരമണിക്കൂർ കഴിഞ്ഞതും, പല്ല് സർജറി കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞതും എനിക്ക് തല കറങ്ങി. ഞാൻ അവിടെ വീണു. അതിനുശേഷം പാരൻസ് ഉള്ളതുകൊണ്ട് പിന്നെ തിരിച്ച് കുഴപ്പമുണ്ടായിരുന്നില്ല. വീടെത്തിയ ശേഷമാണ് ഭയങ്കര പെയിന്. എനിക്ക് തോന്നുന്ന ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞതും പെയിൻ വന്നു തുടങ്ങി. എനിക്ക് ഉമ്മിനീരിറക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. നമുക്ക് വെള്ളം പോയിട്ട് നമ്മളുടെ ഉമ്മിനീര് പോലും നമുക്ക് ഇങ്ങോട്ട് താഴേക്ക് ഇറക്കാൻ പറ്റില്ല, അത്ര പെയിൻ ഈ ഭാഗത്ത്. ഇങ്ങനെ നമ്മൾ ഇറക്കുമ്പോൾ ആ ഭാഗം ഒന്ന് പ്രസ് ആവുമെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് ഒട്ടും പറ്റാത്ത അവസ്ഥ. ഞാൻ പിന്നെ ഫുള്ള് തളർന്നു. നമ്മൾ ഒന്നാമത് ക്ഷീണിക്കും, പിന്നെ ഈ പെയിൻ, പിന്നെ എനിക്ക് ഭയങ്കര കരച്ചിൽ വരിക. ഞാൻ വല്ലാതെ കരയാം, നമുക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ പിന്നെ അവസാനം പാരൻസിനെ ക്ലാപ്പ് ചെയ്തിട്ടാണ് വിളിക്കുന്നത്. റൂമിൽ എന്തെങ്കിലും അത്യാവശ്യം പറയണമെങ്കിൽ ഞാൻ ക്ലാപ്പ് ചെയ്യും. പിന്നെ എനിക്ക് ആ ടൈമിൽ ഒരു അബദ്ധം പറ്റിയത്, ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ അടുത്തുനിന്ന് തന്നെ മെഡിസിൻസ് മേടിച്ചിരുന്നില്ല. നാട്ടിൽ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടുത്തെ മെഡിക്കൽ ഷോപ്പിൽ ആ മരുന്ന് ഉണ്ടായിരുന്നില്ല. ഒന്നേ കിട്ടിയുള്ളൂ, ആൻറ്റിബയോട്ടിക്കും പിന്നെ എന്തോ പെയിൻ അറിയാതിരിക്കാനുള്ളതാ തോന്നുന്നു, അത് കിട്ടിയില്ല. പിന്നെ എൻ്റെ സിസ്റ്റർ കോളേജ് കഴിഞ്ഞ് വരുമ്പോൾ മേടിച്ചിട്ട് വരാൻ വേണ്ടി അവളുടെ അടുത്ത് അയച്ചു കൊടുത്തു. അവൾ ടൗണിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ശരി, അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എനിക്ക് തോന്നുന്നു ഒരു 4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് അവൾ എത്തുന്നത്. അതുവരെ എനിക്ക് ഒന്നിനും വയ്യ, എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. നമുക്ക് തലയില്ലേ, ഒന്ന് ചരിക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് ചരിക്കാൻ പറ്റില്ല. അതും കുറച്ച് ഹൈറ്റിൽ പില്ലോ വെച്ചിട്ട് വേണം നമ്മൾ തല പൊക്കി കിടക്കാൻ. ശരിക്കും ഞാൻ അത്രയും പെയിൻ ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ എൻ്റെ ഈ പെയിൻ ഉണ്ടാവുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. ഡോക്ടർ പറഞ്ഞു നമുക്ക് വേദന അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചാൽ മതി പറഞ്ഞു. നോർമലി ഡോക്ടർ പറഞ്ഞത് എന്താ വെച്ചാൽ 2 ദിവസത്തെ പ്രശ്നമുള്ളൂ, ഓരോരുത്തരിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിൻ്റെ പെയിൻ. ചിലവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ ചിലവർക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അത്ര ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞില്ല കേട്ടോ. ഇതിനെക്കുറിച്ച് അധികം ഒന്നും പറഞ്ഞു തന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഇത്ര സീരിയസ് ആണെന്ന് ഞാനും വിചാരിച്ചില്ല. അങ്ങനെ ഐസ്ക്രീം മാത്രമാണ് ഞാൻ ആ ഒരു ദിവസം കഴിച്ച്. പിറ്റേന്ന് കുറച്ചൊരു ജ്യൂസ് അടിച്ച്, ആപ്പിൾ ജ്യൂസ് അടിച്ചിട്ട് കഴിച്ചു. ആപ്പിൾ ആകുമ്പോൾ വലിയ രീതിയിൽ കടിക്കണ്ടല്ലോ. ഓറഞ്ച് ഒന്നും പറ്റില്ല കേട്ടോ, നമുക്ക് ഇറക്കാൻ ബുദ്ധിമുട്ടാണ്. ആപ്പിളാണെങ്കിൽ നമുക്ക് അധികം ഒന്നും എനിക്ക് അന്നത്തെ ദിവസം പിറ്റേന്നും ഒന്നും പറ്റിയിരുന്നില്ല. പക്ഷെ രാത്രി പിറ്റേന്ന് മരുന്ന് കഴിച്ച ശേഷം വേദന കുറച്ച് കുറഞ്ഞു, ഒരു 4 മണിക്കൂറിന് ശേഷം വന്ന്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് ഞാൻ കുറച്ചെങ്കിലും കഴിക്കാൻ തുടങ്ങിയത് ആപ്പിൾ ജ്യൂസ് തന്നെ. അത് ഇവിടും നമുക്കൊന്നും അനക്കാൻ പറ്റില്ല. ഫ്രണ്ടിലെ പല്ലുകൾ വെച്ച് മാത്രം നാവും പുറത്തിടാൻ ബുദ്ധിമുട്ടാണ്. നാവ് അനങ്ങുമ്പോൾ നമുക്ക് അവിടുത്തെ സ്റ്റിച്ചിട്ട ഭാഗമായതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. മെല്ലെ കഴിച്ചു തുടങ്ങി. അങ്ങനെ എനിക്ക് തോന്നുകയാണെങ്കിൽ ഒരു 2 ദിവസം കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ മുഖം അത്യാവശ്യം നന്നായി നീര് വന്നിരുന്നു. ഇവിടെ അടക്കം നമുക്ക് ബൾജ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ നീരായി. നമുക്ക് കാണുമ്പോൾ ഭയങ്കര സങ്കടം വരും. നമ്മളുടെ ഫേസ് നമ്മൾ ഇന്നേ വരെ ഈ രീതിയിൽ കണ്ടിട്ടുണ്ടാവില്ല. ഓണം എല്ലാം കുളമായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 5 ദിവസത്തേക്ക് ആ നീര് എൻ്റെ മുഖത്തുണ്ടായിരുന്നു. പിന്നീട് നമുക്ക് നീര് കുറഞ്ഞു വന്നു. ഒരു 7 ദിവസം കഴിഞ്ഞതും സ്റ്റിച്ച് അഴിക്കാൻ പോയി. അന്ന് ഞാൻ അത്യാവശ്യം പേടിച്ചിട്ടാണ് പോയത്. എങ്ങനെയാവോ ഈശ്വര ഇനി ഇത് അഴിച്ചിട്ടുള്ള അവസ്ഥ എന്ന് വിചാരിച്ചു. സ്റ്റിച്ച് വലിയ കുഴപ്പമില്ല കേട്ടോ, അഴിച്ചത് ഞാൻ വലുതായി അറിഞ്ഞില്ല, പെയിൻ അറിഞ്ഞിരുന്നില്ല. അത് കഴിഞ്ഞ് സ്റ്റിച്ച് അഴിച്ചു. പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2 ആഴ്ചയായി. ഇപ്പോഴത്തേക്ക് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് തോന്നി ഞാൻ എടുത്തു ചാടിപ്പോയി പല്ല് പറിച്ചു തോന്നി. അതിനുശേഷം എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാനിതൊന്ന് കാണിച്ചു കൊടുത്തു. എൻ്റെ സ്കാൻ ചെയ്തതിൻ്റെ റിപ്പോർട്ട് അയച്ചു കൊടുത്തപ്പോഴാണ്, പുള്ളി ഡോക്ടറാണ്. അപ്പോൾ അവൻ പറഞ്ഞത് നീ ഇത്ര പെട്ടെന്ന് പല്ല് പറിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, ഇത് നോർമലി ഇത് വളരുന്നതിൻ്റെ ഒരു പെയിനാണ് നിനക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ എടുത്തു ചാടിയിട്ട് പല്ല് പറിച്ച പോലെയായി എനിക്ക് ലാസ്റ്റ്. അത് ഭയങ്കര വിഷമമായിട്ടോ എനിക്ക് തോന്നിയത്. കാരണം ഞാൻ പാൽപ്പല്ലൊക്കെ ഉള്ളതുകൊണ്ട് ഓൾറെഡി എനിക്ക് പല്ല് ഇനിയും പറിച്ചെടുക്കണം, അതെന്തായാലും നിർത്താൻ പറ്റില്ല. പാൽപ്പല്ല് ഇനി പറിച്ചിട്ട് ഞാൻ അടുത്ത വീഡിയോ ഇടാം കേട്ടോ. കാരണം അത് നമ്മൾ പറിക്കാതിരുന്നു പറഞ്ഞാൽ അതിന് അധികം ബലമില്ലാത്ത വേരല്ലേ, അതും അതിൻ്റെ അകത്തുള്ള പല്ലിനും ബുദ്ധിമുട്ടാണ്. ആ പല്ല് വേറെ പല്ലിലോട്ട് തറഞ്ഞാ നിൽക്കുന്ന പൊസിഷൻ, അതുകൊണ്ട് മറ്റ് പല്ലുകൾക്ക് അത് ബാധിക്കും എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പറിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത്. അതെൻ്റെ ഫ്രണ്ടും അത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ എടുത്ത് ചാടി പോയിട്ട് ഇത് പറിച്ചിട്ട് ഒരു എക്സാമും മിസ്സായി. എനിക്ക് ആ സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. യാത്ര പോയിട്ട് ഒന്നും ഫുഡ് പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. ഭയങ്കര ഇമോഷണലി ഞാൻ വീക്കായി. കാരണം നമുക്ക് ഭയങ്കര പെയിനും പിന്നെ നമ്മൾ വല്ലാത്തൊരവസ്ഥയായിരുന്നു അന്ന്. എനിക്ക് ഭയങ്കരമായിട്ട് കരച്ചിൽ വരിക, അങ്ങനെയൊക്കെ ഒരു സ്റ്റേജ് ആയിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലൊരു
പ്രശ്നം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പെയിൻ ഉള്ളതോ അല്ലെങ്കിൽ ആ പല്ല് ചരിഞ്ഞ പൊസിഷനിലുള്ള വ്യത്യാസത്തിലോ ഈ വിസ്ഡം ടൂത്ത് ചരിഞ്ഞ് മറ്റ് പല്ലിനെ ബാധിക്കുന്ന രീതിയിലോ ഉണ്ടെങ്കിൽ മാത്രം പല്ല് പറിച്ചാൽ മതി എന്ന് എനിക്ക് തോന്നുന്നു. അല്ലാത്ത കേസൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് സമാധാനത്തിൽ ചെയ്താൽ മതി. അതുപോലെ എന്തെങ്കിലും അത്യാവശ്യ ഫംഗ്ഷനോ മറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ ആ സമയങ്ങളിൽ ഇത് ചെയ്യരുത് കേട്ടോ. ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലപ്പോൾ നമ്മുടെ ഹെൽത്ത് ആവാം, ആ ഒരു പല്ലിൻ്റെ പൊസിഷൻ ആവാം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. പക്ഷെ എനിക്കിത് വളരെ വേദനയും സങ്കടകരമായൊരു അനുഭവമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഞാൻ ഇതിൻ്റെ പിക്സ് എല്ലാം വീഡിയോസിൻ്റെ ഒപ്പം ഷെയർ ചെയ്യാം കേട്ടോ. താങ്ക് യു.